ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാംസങ് ഗാലക്സി A32 എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ക്യാമറ ടെസ്റ്റ് വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യുന്നില്ല. അതിനായിട്ട് ഞാൻ വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടിയിലേക്ക് ബോക്സിലേക്ക് വരുമ്പോൾ ഇവിടെ സാംസങ് ആൻഡ് ബ്രാൻഡിങ് കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ റെഡ്മി ഫോണിൽ കാണുന്ന പോലെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ബോക്സും അവർ കൊടുത്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന എല്ലാ സാംസങ് ഫോണിലും ഇങ്ങനെ തന്നെയാണെന്നാണ്. ഇനി നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉള്ളൊരു ബോക്സാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ക്വിക്ക് ഗൈഡും TP കേസൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ഫോണാണ് പിന്നെ കാണുന്നത്. ഓക്കെ, അത് അതിൻ്റെ അടിയിലാണ് പിന്നെ വരുന്നത് ചാർജർ, കേബിൾ, സിം ഇജക്ടർ ടൂൾ. ഓക്കെ, നമ്മൾ ഇനി ചാർജറിലേക്ക് വരുമ്പോൾ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. എന്നുവെച്ചാൽ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണെന്നർത്ഥം. പിന്നെ ഒരു Type-C കേബിളാണ്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ ഫോണിലും കാണുന്ന സിം ഇജക്ടർ ടൂളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിൽ ഉള്ളത്. ഇനി നമുക്ക് ക്വിക്ക് ഗൈഡ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വിക്ക് ഗൈഡ് ബോക്സിൽ ഒരു ട്രാൻസ്പാരൻറ്റ് കേസും പിന്നെ ഒരു ക്വിക്ക് ഗൈഡ് ബുക്കുമാണുള്ളത്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. കുറച്ച് കാലമൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. കുഴപ്പമില്ലാത്ത കേസൊക്കെയാണ്. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫോണിലേക്ക് വരാം. ഓക്കെ, ഫോണിലേക്ക് വരുമ്പോൾ ഫോണിലോട്ട് വരുമ്പോൾ നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഡിസൈനൊക്കെയാണ്. ഓവർ സൈസുമില്ല, ഓവർ വലുപ്പമില്ല, നല്ല കയ്യിൽ ഒതുങ്ങിയൊരു ഡിവൈസാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ വോളിയം റോക്കേഷൻ പവർ ബട്ടൺ, മുകളിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാം. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, Type-C പോർട്ട്, മൈക്രോഫോണ്, ഹെഡ്സെറ്റ് ജാക്കും കാണാം. പിന്നെ അടുത്ത സൈഡിലേക്ക് വരുമ്പോഴാണ് അവിടെ സിം ട്രേ ഉള്ളത്. വേറെ ഒന്നുമില്ല, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ക്യാമറ എന്ന് പറയുമ്പോൾ 64 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 5 MB ഡെപ്ത് സെൻസർ, 5 MB മാക്രോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. വീഡിയോ എന്ന് പറയുമ്പോൾ 4K അവൈലബിൾ അല്ല, 1080p at 30 FPS ഉള്ളൂ. ഇതിൻ്റെ സെൽഫി ക്യാമറ 20 മെഗാപിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളും എല്ലാ സകല ഡീറ്റെയിൽസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറ ടെസ്റ്റ് ആൻഡ് ഗെയിമിംഗ് ടെസ്റ്റ് ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അതിനായിട്ട് വേറെ വീഡിയോയുമായി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.